നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. എക്സാലോജിക് ഹർജി കർണാടക ഹൈക്കോടതി പരിഗണിക്കുകയാണ്. വളരെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദമാണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി വാദങ്ങൾ എക്സാലോജിക് കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട്. SFIOയ്ക്കെതിരെ SFIO അന്വേഷണത്തെ എക്സാലോജിക് ചോദ്യം ചെയ്തിരിക്കുകയാണ്. SFIO അന്വേഷണം നിലനിൽക്കില്ലെന്ന് എക്സാലോജിക് വാദിച്ചു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടരുന്നുണ്ട്. കമ്പനി നിയമപ്രകാരം രജിസ്ട്രാർക്ക് അന്വേഷണം നടത്താം എന്നാണ് എക്സാലോജിക്കിന്റെ വാദം. CMRL ഇടപാടിലെ ആരോപണത്തിന് മറുപടി നൽകിയെന്നും എക്സാലോജിക് കോടതിയിൽ വ്യക്തമാക്കി. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം എന്തായെന്ന ചോദ്യം കോടതി ചോദിച്ചു. അന്വേഷണ പുരോഗതി അറിയില്ല എന്നായിരുന്നു എക്സാലോജിക്കിന്റെ മറുപടി. ജനുവരി 30 കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചെന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്. SFIO UAP പോലെയെന്ന് എക്സാലോജിക് വാദിച്ചു. ജാമ്യം പോലും അസാധ്യമെന്നും എക്സാലോജിക് വാദിക്കുകയുണ്ടായി. SFIO അന്വേഷണം വേണ്ട എന്നും എക്സാലോജിക് കോടതിയിൽ വാദിച്ചിരിക്കുകയാണ്. SFIO അന്വേഷണം ആവശ്യമില്ല എന്നാണ് എക്സാലോജിക് വാദിക്കുന്നത്. ഈ അന്വേഷണം വേണ്ടത് അസാധാരണ സാഹചര്യത്തിൽ മാത്രമാണെന്നും എക്സാലോജിക് വാദിക്കുകയുണ്ടായി. 1.76 കോടി രൂപയുടെ ഇടപാട് നടത്തിയെന്ന ആരോപണമാണ് എക്സാലോജിക്കിനെതിരെ ഉള്ളത്. സഹാറ പോലെ കോടികളുടെ ഇടപാടുള്ള കേസുകളിലാണ് SFIO അന്വേഷണം നടത്താറുള്ളതെന്നും എക്സാലോജിക് വാദിക്കുകയുണ്ടായി. കർണാടക ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ ഇത്തരത്തിലുള്ള വാദങ്ങളാണ് എക്സാലോജിക് SFIOയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസ് ഹൈക്കോടതി ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളാണ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എക്സാലോജിക് ഒരുപാട് വാദം SFIO അന്വേഷണത്തിനെതിരെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ അന്വേഷണം വേണ്ട എന്നൊരു വാദമാണ് എക്സാലോജിക് വാദിക്കുന്നത്. എന്തായിരിക്കും ഹൈക്കോടതി ഉത്തരവ്? ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി അന്വേഷണത്തെ തടയുമോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. എന്തായാലും വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. SFIO ഡയറക്ടർക്ക് വേണ്ടി ഹാജരാകുന്നത് കർണാടകയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ AST കുളൂർ അരവിന്ദ് കാമത്താണ്. കർണാടക ഹൈക്കോടതിയിൽ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചിലാണ് കേസ് വന്നിരിക്കുന്നത്. വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയുടെ നിലപാട് അത് നിർണായകമാണ്. ഉറ്റുനോക്കുകയാണ് ഏവരും. ഏതെങ്കിലും വിധത്തിൽ എതിർ പരാമർശങ്ങൾ എക്സാലോജിക്കിനെതിരെ ഉയർന്നാൽ നിയമ പോരാട്ടത്തിന്റെ മറുവഴികൾ തേടിയാകും CPM ഇതിനെ പ്രതിരോധിക്കുക. KSIDCയുടെ രേഖകൾ ആവശ്യപ്പെട്ട് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം സമർപ്പിച്ച ഹർജി നേരത്തെ കേരള ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. കേരള ഹൈക്കോടതി ആ ഹർജിയിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് വിശദമായി നോക്കാം. മാസപ്പടി കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലത് എന്നാണ് കേരള ഹൈക്കോടതി KSIDCയുടെ കേസ് വാദിക്കുന്നതിനിടയിൽ പറഞ്ഞത്. ഹൈക്കോടതി വാക്കാൽ പരാമർശമാണ് നടത്തിയത്. മാസപ്പടി വിവാദത്തിൽ ഹൈക്കോടതിയിൽ KSIDCയുടെയും ഷോൺ ജോർജിൻ്റെയും ഹർജികൾ കോടതിയിൽ പരിഗണിക്കുകയുണ്ടായി. വിശ്വാസ്യതയെ സമൻസ് ബാധിക്കുമെന്നായിരുന്നു KSIDCയുടെ വാദം. തങ്ങൾക്ക് പണം കിട്ടിയിട്ടില്ല എന്നും KSIDC പറഞ്ഞു. അന്വേഷണത്തെ തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് ഹൈക്കോടതി ചോദിച്ചു. കൂടുതൽ അന്വേഷണം ആവശ്യമെന്ന് SFIOയും കോടതിയിൽ ആവശ്യപ്പെട്ടു. വിശദീകരണം ചോദിച്ചെങ്കിലും CMRL മറുപടി തന്നില്ല എന്ന് KSIDC അറിയിച്ചു. ചോദിച്ച വിശദീകരണം കാണിക്കാൻ KSIDCയോട് കോടതി പറഞ്ഞു. എന്നാൽ രേഖകൾ ഹാജരാക്കാൻ 2 ആഴ്ച സമയം വേണമെന്നായിരുന്നു KSIDC പറഞ്ഞത്. ഹർജി നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് KSIDCയോട് കോടതി പറഞ്ഞു. കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്നാണ് ഹൈക്കോടതി വാക്കാൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും ആ കേസ് 26 മാറ്റിയിരിക്കുകയാണ്. നിർണായകമായ കേസാണ് കർണാടക ഹൈക്കോടതി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്താണ് കർണാടക ഹൈക്കോടതി പരാമർശം നടത്താൻ പോകുന്നതെന്നത് ഏതാനും മണിക്കൂറുകൾക്കകം അറിയുവാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.